കഴിഞ്ഞ 9-ാം തീയതിയാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് മുതൽ കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നതിനെ കുറിച്ചുള്ള പ്രധാന ചർച്ചകൾ നടക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതായിട്ട് കോൺഗ്രസോ UDF ആരും ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശന്റെ നെഞ്ചിൽ അവസാനത്തെ ആണിയടിക്കുന്ന ഒരു വാർത്തയാണ്. അതായത് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും, ഇരിക്കൂറിൽ നിന്ന് ജനവിധി തേടും എന്നതാണ് വാർത്ത. സംഭവം ഈ കേരളത്തില് കോൺഗ്രസിനകത്ത് ഒരു തീരുമാനം സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളിലും ഇങ്ങനെ വരുമ്പോൾ എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഹൈക്കമാൻഡിനാണ് അന്തിമമായിട്ട് കോൺഗ്രസിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിൽ അന്തിമമായ തീരുമാനമെടുക്കാനുള്ള അധികാരം, അല്ലെങ്കിൽ അവരാണ് അത് ചെയ്യാറ്. കാരണം നമ്മൾ ഇപ്പൊ സ്ഥാനാർത്ഥി പട്ടിക പോലും പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു സ്ഥാനാർത്ഥി പട്ടികയുടെ കുറേ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുമായിട്ട് ഡൽഹി പോവും. ഡൽഹി പോയിട്ട് സോണിയാഗാന്ധിനെയും രാഹുൽ ഗാന്ധിനെയും മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ കണ്ടിട്ട് അവരോട് സംസാരിച്ചിട്ട് അവസാനം അവരെല്ലാവരും കൂടെ ക്രോഡീകരിച്ചൊരു ഇവരൊരു മത്സരിക്കട്ടെ, അപ്പോ വിട്ടോ വണ്ടി എന്ന രീതിയിൽ പറഞ്ഞങ്ങ് വിടും. അപ്പോ VD സതീശൻ ഒരു മുഴം മുമ്പേ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി എറിഞ്ഞതായിരുന്നു. അതായത് MP മത്സരിക്കേണ്ടതില്ല എന്ന് കേരളത്തില് തീരുമാനമെടുത്തില് ഒന്നാമത്തെ ആള് VD സതീശനാണ്, രണ്ടാമത്തെ ആള് രമേശ് ചെന്നിത്തല. ഈ ഒരു കാര്യത്തിൽ അവർക്ക് രണ്ടുപേർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഒന്ന്, ഇൻ കേസ് MP മത്സരിച്ചു കഴിഞ്ഞാൽ K സുധാകരൻ, KC വേണുഗോപാൽ, അടൂർ പ്രകാശ് ഇവര് 3 പേരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വരും. അതിനുശേഷം മാത്രമേ, ഇത്രയും കാലം ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു, ഞാൻ ഈ പ്രതിപക്ഷത്തെ വളരെ ഇതായിട്ട് മുന്നോട്ട് കൊണ്ടുപോയതാണ്, തെരഞ്ഞെടുപ്പ് ഞാൻ വളരെ നല്ല രീതിയിൽ നടത്തുന്നതാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. VD സതീശൻ അതിന് ശേഷമേ വരുള്ളൂ. അതിന്റെ ഇടയിൽ VD സതീശന് മുൻപേ രമേശ് ചെന്നിത്തല കൂടെ വരും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വല്ല 4-മോ 5-മോ ഒക്കെ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, ഇൻ കേസ് UDF ഭരണം അത് മെജോറിറ്റി കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ VD സതീശന് സ്ഥാനം ഉണ്ടാവുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ VD സതീശനാണ് ഈ പറഞ്ഞ MP മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തത്. K സുധാകരൻ കണ്ണൂരിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയ സമയത്ത് പോലും MP മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തു. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് നടന്നിരുന്നു. അത് പലർക്കും അറിയോ എന്നുള്ളത് അറിയില്ല. K സുധാകരൻ KC വേണുഗോപാലുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കുന്നതും വിമതനായിട്ട് മത്സരിക്കുന്നതിനെ കുറിച്ചും ഒക്കെ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയത്. അപ്പൊ KC വേണുഗോപാലും ഈ പറഞ്ഞതുപോലെ തന്നെ K സുധാകരനും തമ്മിൽ അവിടെ ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. K സുധാകരന് ഒന്നുകിൽ AICCയുടെ എന്തെങ്കിലും ഒരു പ്രധാന പദവി നൽകാം എന്ന് KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടാവും. പകരം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായിട്ട് നിർദ്ദേശിക്കണം എന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു കാര്യം K സുധാകരനോടും പറഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം K സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു, മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് എന്താ പറയാ, KC വേണുഗോപാലാണ് ഏറ്റവും അനുയോജ്യൻ എന്ന രീതിയിലുള്ള ധ്വനി കൊടുക്കുന്ന രീതിയിൽ KC വേണുഗോപാൽ മികച്ച ഒരു രാഷ്ട്രീയക്കാരനാണ്, ഭരണാധികാരിയായ അടിപൊളിയായിരിക്കും എന്ന രീതിയിലുള്ള ധ്വനി കൊടുത്തുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനും കോൺഗ്രസ് പ്രവർത്തകർക്കും എല്ലാവർക്കും തന്നെ കൃത്യമായിട്ടുള്ള ഒരു സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ K സുധാകരൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതിന്റെ പിന്നാമ്പുറത്ത് എന്തൊക്കെ ചർച്ചകൾ KC വേണുഗോപാലും K സുധാകരനും തമ്മിൽ നടന്നിട്ടുണ്ട് എന്നതൊക്കെ ഇനി പിന്നീട് പുറത്തു വരും എന്ന് നമുക്ക് കരുതാം. പക്ഷെ എന്നാലും ഇപ്പോ നിലവിൽ KC വേണുഗോപാലായിരിക്കും UDF ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നു. കണ്ണൂർ ജില്ലക്കാരനായിട്ടുള്ള KC വേണുഗോപാൽ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ നിന്നായിരിക്കും ജനവിധി തേടുക. അവിടെ നിലവിൽ സജീവ് ജോസഫാണ് അവിടുത്തെ MLA. ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും സജീവ് ജോസഫിന് തന്നെയാണ് അവിടെ സാധ്യത. കാരണം ഈ പുതുപ്പള്ളി പറയും പോലൊക്കെ തന്നെ ഇരിക്കൂർ എന്ന് പറയുന്ന മണ്ഡലം UDF സംബന്ധിച്ചിടത്തോളം അത്രയും ഷുവർ സീറ്റാണ്. അപ്പോൾ സജീവ് ജോസഫ് വളരെ കാലമായിട്ട് KC വേണുഗോപാലിന്റെ അടുത്ത ആളാണ്, അടുത്ത അനുയായിയാണ്. അപ്പോൾ KC പറഞ്ഞു കഴിഞ്ഞാൽ സജീവ് ജോസഫ് വഴിമാറി കൊടുക്കും. പകരം സജീവ് ജോസഫിന് എന്തെങ്കിലും സ്ഥാനമോ അല്ലെങ്കിൽ KCയുടെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാഫായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ആയിട്ട്, സ്റ്റാഫ് എന്നുള്ള എന്തെങ്കിലും ഒരു കീ പോസ്റ്റിലൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണോ വേണ്ടോ എന്നത് ഈ പറഞ്ഞ UDF മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം AICC ആണ് തീരുമാനിക്കുക. സ്വാഭാവികമായിട്ടും ആ സമയത്ത് ആര് ഉടക്കുവെക്കും? VD സതീശൻ ഉടക്കുവെക്കും, രമേശ് ചെന്നിത്തല ഉടക്കുവെക്കും. കാരണം MP മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞില്ലേ. അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ അടിയാവും. ഇവർക്ക് മുഖ്യമന്ത്രിയാവണം, രണ്ടുപേർക്കും മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പ്രശ്നം വരും. അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും AICC ഇടപെടും. AICC ഒരു തീരുമാനത്തിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മുഖ്യമന്ത്രിയാകണ്ട, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ, KC അവിടെ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തും. അപ്പൊ ആര് VD സതീശൻ അതായി.
അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി ചർച്ചകൾ വരുന്നതോടുകൂടി സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ പല ആളുകളെയും പേരെടുത്ത് തന്നെ വിമർശിച്ചുകൊണ്ട് പല പോസ്റ്റുകളും നമ്മൾ കാണാൻ. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രി ചർച്ച അങ്ങനെ ഒരു സംഭവം നടക്കുന്നേയില്ല, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ അത് അത്തരത്തിലുള്ള ധ്വനികൾ നൽകുന്ന പോസ്റ്റുകളോ പ്രതികരണങ്ങളോ ഉണ്ടാവാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കെ.സി. വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകും UDF-ന് ഭരണം കിട്ടിയാൽ എന്ന രീതിയിലുള്ള നീക്കുപോക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ 1-ാം നമ്പർ കാറിൽ, മുഖ്യമന്ത്രിയുടെ കാറിൽ പറവൂരിൽ വന്നിറങ്ങാൻ സാധിക്കും. പറവൂർ വന്നിറങ്ങുന്ന സ്വപ്നം കണ്ട വി.ഡി. സതീശൻ എന്താ പറയാ, ആ സ്വപ്നമൊക്കെ അതുപോലെ തന്നെ മടക്കി വെച്ചിട്ട് വേറെ പരിപാടിക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. കാരണം കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാക്കും. വി.ഡി. സതീശന് എന്ത് പ്രാധാന്യമുള്ളത്? ഒരു പ്രാധാന്യമില്ല. ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കിട്ടും. ചിലപ്പോൾ ആഭ്യന്തരം കൊടുക്കുമെന്ന് അറിയില്ല, ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കിട്ടും. അപ്പൊ രമേശ് ചെന്നിത്തലയുണ്ട്. അപ്പോൾ കേരളത്തിലെ പ്രശ്നം തീർക്കാൻ ഇപ്പൊ ഇൻ കേസ് ഭരണം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് തന്നെ അറിയില്ല. ഇനി ഇതൊന്നുമല്ല, വി.ഡി. സതീശൻ വനവാസത്തിന് പോകേണ്ടി വരും എന്നുള്ളതൊക്കെ കുറച്ച് ചുരുങ്ങിയ ദിവസം, 10 ദിവസം മാത്രം കണ്ടേ ഉള്ളൂ. അത്രയും ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും കേരളത്തില് ആരാണ് UDF അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന കാര്യത്തിലുള്ള വലിയ ചർച്ച നടന്നു. കഴിഞ്ഞ 2021 ഇതുപോലെ വലിയ ചർച്ചകളൊക്കെ നടന്നാണ്. വകുപ്പുകൾ വരെ നിശ്ചയിച്ചിരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. മെയ് 4-ന് പെട്ടി പൊട്ടിക്കുമ്പോൾ ആരധികാരത്തിൽ വരും, ഇപ്പോൾ അധികാരത്തിലുള്ളവർ തുടരുവോ, ഇനി UDF മുന്നണി അധികാരത്തിൽ വരുമോ, ഇവർക്ക് രണ്ടുപേർക്കും 69 എന്ന് പറയുന്ന സീറ്റും 2 സീറ്റ് NDAക്കും കിട്ടിയിട്ട് ആകെ മൊത്തം ഗുലുമാലാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.